ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. പലപ്പോഴായി പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അമ്മായിയമ്മ, നമ്മുടെ സ്വന്തം അമ്മായിയമ്മ നാസിസ്റ്റായാൽ എന്ത് ചെയ്യും? ഇവിടെ ഏറ്റവും ഗൗരവമുള്ള കാര്യം, സ്വന്തം മാതാവ് നാസിസ്റ്റായതിനേക്കാളും ബുദ്ധിമുട്ടാണ് അമ്മായിയമ്മ നാസിസ്റ്റായാൽ. എന്തുകൊണ്ട്? അമ്മ നാസിസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ശക്തമായി പ്രതികരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് കുറച്ചൊക്കെ ഫ്രീഡം ഉണ്ടാവും, സ്വന്തം വീടാണല്ലോ. എന്നാൽ അമ്മായിയമ്മ നാസിസ്റ്റായി കഴിഞ്ഞാൽ ആ വീട്ടിൽ അത്രയൊന്നും സ്വാതന്ത്ര്യം കിട്ടൂല. ഒരു പുതിയ ആൾ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് പുറത്തുള്ള ഒരാൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും കൺട്രോൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അമ്മായിയമ്മ നാസിസ്റ്റായി കഴിഞ്ഞാലാണ്. അപ്പോൾ അമ്മായിയമ്മ നാസിസ്റ്റായി കഴിഞ്ഞാൽ ഒരുപാട് രസകരമായ കോമ്പിനേഷൻ അവിടെ ഉണ്ടാവും. അതിനെപ്പറ്റി നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്, അമ്മായിയമ്മ നാസിസ്റ്റായി കഴിഞ്ഞാൽ മക്കളും നാസിസ്റ്റാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ അമ്മമാരിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് കൊവേർട്ട് നാസിസ്റ്റാണ്. കൊവേർട്ട് നാസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കൂടിയുള്ള നാസിസ്റ്റ്, അതായത് പുറത്ത് അവരുടെ പ്രകടമാക്കൂല, എല്ലാവരെയും മുമ്പിൽ ഏറ്റവും മാന്യത നിറഞ്ഞ ആളായിരിക്കും. ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ആരും വിശ്വസിക്കൂല. അത്രയും മാന്യമായ പെരുമാറ്റം എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടൊക്കെ അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുക. എന്നാൽ ഈ മരുമകളോടാണ് ഏറ്റവും കൂടുതൽ മോശമായി പെരുമാറുക. മാത്രവുമല്ല, കുത്തിപ്പറയുക, മോശമായി സംസാരിക്കുക, ഡീഗ്രേഡ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഇതൊന്നും ആരോട് പറഞ്ഞാലും വിശ്വസിക്കുകയില്ല. അപ്പോൾ ഇവർ നാസിസ്റ്റാവാനുള്ള കാരണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അമ്മായിയമ്മമാർ കൊവേർട്ട് നാസിസ്റ്റ് ആവുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർ മുൻകാലങ്ങളിൽ ഒരുപാട് അനുഭവിച്ചവരായിരിക്കും. അതായത് ഈ അമ്മായിയമ്മ അവരുടെ അമ്മായിയമ്മമാരിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടവരായിരിക്കും. പണ്ട് കാലത്ത് ഒട്ടും സ്വാതന്ത്ര്യമില്ലാതെ അടിമകളെപ്പോലെ ജീവിച്ചവരായിരിക്കും. അപ്പോൾ അവർ അമ്മായിയമ്മ ആകുമ്പോൾ പണ്ടത്തെ പല ദേഷ്യവും ഫ്രസ്ട്രേഷനും ആരിൽ കാണിക്കുന്നു? അന്ന് കാണിക്കാൻ പറ്റാത്തവരിൽ വീണ്ടും കാണിക്കാൻ പറ്റില്ലല്ലോ. മിക്ക ആൾക്കാരും മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ വയസ്സായിട്ടുണ്ടാവും. അവരോടല്ല കാണിക്കുക, മരുമക്കളിലാണ് കാണിക്കുക. ഇവിടെ ഒരു കോമ്പിനേഷൻ സൃഷ്ടിക്കപ്പെടും. അമ്മായിയമ്മയും ഇവരെ മകനും. ഈ മകനും മിക്കവാറും നാസിസ്റ്റായിരിക്കും, അല്ലെങ്കിൽ സ്കേപ്പ് ഗോട്ടായിരിക്കും. ഇനി നാസിസ്റ്റ് ആണെങ്കിൽ തന്നെ ഇവരുടെ ഗോൾഡൻ ചൈൽഡായിരിക്കും. ഇവരുടെ ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാവിധ പരിഗണനയും കൊടുത്ത് വളർത്തിയെടുത്ത മകൻ. അങ്ങനെയുള്ള മകനാണ് എങ്കിൽ എന്താണ് പ്രശ്നം? ഒരിക്കലും ഈ അമ്മായിയമ്മ പറഞ്ഞതിന് അപ്പുറം അവർ നീങ്ങൂല, അതുപോലെ നീങ്ങും. എന്ത് പറഞ്ഞാൽ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാലും എപ്പോഴും ഉമ്മയുടെ ഭാഗത്താണ് ശരി, നിൻ്റെ ഭാഗത്ത്, വൈഫിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള ഒരു അസംഷനിലാണ്, ഒരു ഊഹത്തിലാണ്, ഒരു നിഗമനത്തിലാണ് അവരെത്തുക. അതുകൊണ്ട് ഒരിക്കലും അവർ ആരെ സപ്പോർട്ട് ചെയ്യൂല? തൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യൂല. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വളമായിട്ട് അങ്ങരെടുക്കും, അമ്മായിയമ്മ എടുക്കും. മാത്രവുമല്ല ഒരുപാട് കുറ്റപ്പെടുത്തും. ഈ അമ്മായിയമ്മ ചെയ്യുന്നതിൻ്റെ തീവ്രത ഈ മകനും അതേപോലെ ചെയ്യും. അമ്മായിയമ്മ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ മകൻ ഒറ്റപ്പെടുത്തും, അമ്മായിയമ്മ ശകാരിക്കുന്നുണ്ടെങ്കിൽ മകനും ശകാരിക്കും. അങ്ങനെ ഒരു സ്ട്രോങ് കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ അടുത്ത സ്കേപ്പ് ഗോട്ടാണ്. സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ ബലിയാട്. അതായത് ഈ മകന് ബലിയാടാണ്. മകനെ എപ്പോഴും കുറ്റപ്പെടുത്തി വളർത്തിയ മകനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ മകൻ ഭാര്യയുടെ കൂടെ നിൽക്കും. ഇല്ല, ഈ മകനും ഉമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഉമ്മയുടെ കൂടെ കൂടും. പ്രത്യേകിച്ച് സ്കേപ്പ് ഗോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. സ്കേപ്പ് ഗോട്ട് ഒരു അടിമകളെ പോലെയാണ്. അവർ ഈ ഉടമയ്ക്കെതിരായിട്ടൊന്നും ചെയ്യൂല. ഇവിടെ ഉടമ എന്ന് പറയുന്നത് ഉമ്മയാണെങ്കിൽ ഉമ്മ പറയുന്ന പോലെ ചെയ്യും, അതുപോലെ പ്രവർത്തിക്കും. ഉമ്മാൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും. അപ്പോൾ അവിടെ ഈ പെണ്ണിനോട് പറയും, നീ അഡ്ജസ്റ്റ് ചെയ്യും, നീ ക്ഷമിക്ക്, നീ എന്തിനാ പൊട്ടിത്തെറിക്കുന്നത്? ഉമ്മ അങ്ങനെയല്ലേ, ഉമ്മാനെ ഒന്ന് സഹിച്ചാൽ പോരെ, ഉമ്മക്ക് അത്ര വയസ്സായില്ലേ, ഇനി കുറച്ച് കാലമല്ലേ ഉള്ളൂ, നീ എന്തിനാണ് ഉമ്മയോട് തർക്കിക്കാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഉമ്മാനെ ന്യായീകരിച്ച് ഉമ്മാൻ്റെ കൂടെ നിൽക്കും. മാത്രവുമല്ല ഇവർ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടൽ വന്നു കഴിഞ്ഞാൽ പേടിച്ചിട്ട് ഇനി ഉമ്മാനെ കൊണ്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഉമ്മാൻ്റെ കൂടെ നിൽക്കും. അവിടെയും ഭാര്യയെ തള്ളിപ്പറയും. അതായത് സ്കേപ്പ് ഗോട്ട് ഒരിക്കലും ആരെ കൂടെ നിൽക്കൂല, ഭാര്യയുടെ കൂടെ നിൽക്കൂല. എന്നാൽ ചില സ്കേപ്പ് ഗോട്ടിന് മനസാക്ഷി ഉണ്ടാവും. അവർ ഭാര്യയുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കും, പക്ഷേ അവർക്കും പറ്റൂല. അങ്ങനെ ഭാര്യയുടെ കൂടെ നിന്ന് വിചാരിച്ചോ, നിന്ന് കഴിഞ്ഞാൽ അവർ പല രീതിയിലും ഈ ഹസ്ബൻഡിനെയും കുറ്റപ്പെടുത്തും, ഹസ്ബൻഡിനെയും ഒറ്റപ്പെടുത്തും. അപ്പോൾ അവർക്ക് ആ വീട്ടിൽ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലും അവർ രണ്ടുപേരും, ഭർത്താവും ഭാര്യയും ഒറ്റപ്പെടുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യും. അങ്ങനെ അവർക്ക് അവിടുന്ന് വിട്ടുപോരേണ്ടി വരും. പക്ഷേ വിട്ടുപോയി കഴിഞ്ഞാലും പല ആൾക്കാരോടും തൻ്റെ ഉമ്മയെ നോക്കാത്ത മകനായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും. ഏറ്റവും മോശപ്പെട്ട, ഭാര്യ പറഞ്ഞാൽ അതുപോലെ കേൾക്കുന്ന, ഭാര്യയ്ക്കനുസരിച്ച് താളം തുള്ളുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും. ഇതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെയുള്ള കോമ്പിനേഷനാണ് പൊതുവെ കണ്ടുവരാറ്. നിങ്ങൾ ഏത് കോമ്പിനേഷനിലാണെന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞോളൂ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അനുഭവിക്കുന്ന മറ്റുള്ളവർക്കത് ഒരു പാഠമായിട്ട് മാറും. അപ്പോൾ ഇവരിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല. പൊതുവെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അവിടുന്ന് മാറി താമസിക്കുക എന്നുള്ളതാണ്.
പ്രത്യേകിച്ച് ഗോൾഡൻ ജയിലൊക്കെ മാറി താമസിച്ച് കഴിഞ്ഞാലും ഉമ്മ അങ്ങനെ തന്നെ ഇടപെടും. എന്നാൽ സ്കേപ്പ് കോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറി താമസിക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളും സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും നാട്ടുകാരുടെ ഇടയിൽ നിന്നും കുടുംബക്കാരുടെ ഇടയിൽ നിന്നും കേൾക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഇത്തരം വിഷയങ്ങൾ നല്ല അവഗാഹമുള്ള സൈക്കോളജിസ്റ്റുകളെയോ മതപണ്ഡിതന്മാർ, മിക്ക മതപണ്ഡിതന്മാർക്കൊക്കെ ഇത്തരം വിഷയങ്ങൾ ഈ അമ്മായിയമ്മ മരുമകൾ പോരിനെ പറ്റി ഒരു ധാരണയുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറി താമസിച്ചേ തീരൂ എന്നുള്ളതും, അങ്ങനെ മാറി താമസിച്ച് കഴിഞ്ഞാൽ ഉമ്മയെ എങ്ങനെ പരിഗണിക്കണം, ഭാര്യ എങ്ങനെ പരിഗണിക്കണം എന്ന് കൃത്യമായ ഒരു റൂൾസ് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഉമ്മയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ഭാര്യയും പറ്റില്ല. അപ്പോൾ രണ്ട് പേർക്കും അറിയിച്ച പരിഗണന കൊടുക്കേണ്ടി വരും. എന്നാൽ ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതായത് ഉമ്മയുടെ കാര്യം മരുമകൾ ഇടപെടുന്ന അവസ്ഥ, മരുമകളുടെ കാര്യം ഉമ്മ ഇടപെടുന്ന അവസ്ഥ, അതുണ്ടാവരുത്. അതിന് അവസരം കൊടുക്കരുത്. മാത്രവുമല്ല, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്നും കൃത്യമായിട്ട് അറിയുന്നില്ലെങ്കിൽ അത് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കൃത്യമായി പഠിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം, സ്കേപ്പ് ഗോട്ടിനോടാണ് ഞാൻ കൂടുതൽ പറയുന്നത്, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കാലാകാലം സമാധാനം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇവരുടെ ഇടയിൽ മിക്കവാറും പെടുക സ്കേപ്പ് ഗോട്ടായ ഹസ്ബൻഡുമാരാണ്. അവർ നല്ലോണം അനുഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഗോൾഡൻ ജയിലാണെങ്കിൽ അവർക്ക് തന്നെ ഇതൊരു സുഖമാണ്. ഭാര്യയെ കുറ്റപ്പെടുത്തുക, ഉമ്മയുടെ കൂടെ കൂടാന്നൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. അവർക്കത് വിഷയമല്ല. പക്ഷേ സ്കേപ്പ് ബോട്ടിന് അങ്ങനെയല്ല. സ്കേപ്പ് ബോട്ടിന് എങ്ങനെയെങ്കിലും പ്രശ്നം കുറക്കണം, ഇവരുടെ ഇടയിൽ ഒന്നും ഒരു വിഷയം ഉണ്ടാവരുത്, നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ ആഗ്രഹം കൊണ്ട് നടക്കാമെന്നല്ലാണ്ട് എത്ര കൊല്ലം അവിടെ ജീവിക്കുന്നു അത്ര കൊല്ലം പ്രയാസമായി നിൽക്കേണ്ടി വരും. ഇനി മാറാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായി സൈക്കോളജിസ്റ്റിൻ്റെയോ അതുപോലെയുള്ള ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം നല്ലൊരു ബൗണ്ടറി സെറ്റാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാതെ നോക്കേണ്ടി വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് തുടർച്ച വീണ്ടും പറയും. അതുവരെ വീണ്ടും കാണാം. നന്ദി.